മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള സിദ്ധരാമയ്യ DK ശിവകുമാർ പോര് സംസ്ഥാന സർക്കാരിൽ ചെറുതല്ലാത്ത കല്ലുകടി ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാതെ, എന്നാൽ തന്റെ പിണക്കം പറയാതെ പറഞ്ഞും ഒഴിഞ്ഞു മാറിയുമാണ് ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ കരുതലോടെ ഓരോ ചുവടും നീക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയായി 2.5 വർഷം പിന്നിട്ടിട്ടും സിദ്ധരാമയ്യ സ്ഥാനം ഒഴിയാത്തതാണ് DKയെ അനുകൂലിക്കുന്ന വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നത്. ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയ അധികാര കൈമാറ്റം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം DK ക്യാമ്പ് ശക്തമായി ഉന്നയിച്ചു കഴിഞ്ഞു. DK ഏതു നിമിഷവും മുഖ്യമന്ത്രി ആയേക്കാം എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA മാർ അവകാശപ്പെടുന്നത്. ഹൈക്കമാൻഡ് തങ്ങൾക്ക് അനുകൂലമായ ഉറപ്പ് നൽകിയെന്നും മല്ലികാർജുൻ ഖാർഗെയെ നേരിൽ കണ്ടുവെന്നും അവർ വെളിപ്പെടുത്തുന്നു. DK ശിവകുമാറിനോട് ഏറ്റവും അടുത്ത ശിവണ്ണ അടക്കമുള്ള MLA മാരാണ് ഈ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം DK അനുകൂലികളായ 10ഓളം MLA മാർ ദില്ലിയിലെത്തി ഖാർഗെയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നു. 40 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ എന്തിനാണ് ഇത്ര എതിർപ്പെന്ന ചോദ്യമാണ് അവർ ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുന്നത്. കൂടിക്കാഴ്ച നടന്നോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് വൃത്തങ്ങൾ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും തങ്ങൾ ആവശ്യം അറിയിച്ചെന്നും ഹൈക്കമാൻഡ് അനുകൂല നിലപാട് സ്വീകരിച്ചെന്നുമാണ് MLA മാർ പറയുന്നത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് താൻ മുഖ്യമന്ത്രി കസേര ഒഴിയാൻ തയ്യാറല്ലെന്ന് സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു. തനിക്ക് MLA മാരുടെയും ഒപ്പം സമൂഹത്തിന്റെയും പിന്തുണയുണ്ട്, പിന്നെ എന്തിനു മാറണം എന്ന ചോദ്യമാണ് സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ അദ്ദേഹം മന്ത്രിസഭാ പുനഃസംഘടന പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രത്യേക അവകാശമാണെന്നും എല്ലാവരും ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കണമെന്നും വ്യക്തമാക്കി. മാത്രമല്ല, അടുത്ത ബജറ്റ് താൻ തന്നെ അവതരിപ്പിക്കുമെന്നും അവസാനം വരെ തുടരുമെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനകൾ DKയുടെ മുഖ്യമന്ത്രി പദമോഹങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം DK ശിവകുമാറിന്റെ ഭാഗത്തു നിന്നും വന്ന ചില പ്രസ്താവനകളും ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കർണാടക കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചന നൽകിയിരിക്കുന്നു. PCC അധ്യക്ഷനായി 6 വർഷം പൂർത്തിയാക്കുന്ന 2026 മാർച്ചിൽ സ്ഥാനമൊഴിയുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2023 ഉപമുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ PCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ശിവകുമാർ വ്യക്തമാക്കുകയുണ്ടായി. മന്ത്രിയാകാൻ ദില്ലിയിൽ പോയ MLA മാരുടെ കാര്യത്തിൽ പ്രതികരിച്ച DK ശിവകുമാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് തന്റെ രക്തത്തിലില്ലെന്നും സംസ്ഥാനത്തെ 140 കോൺഗ്രസ് MLA മാരും തന്റേതു കൂടിയാണെന്നും പറഞ്ഞ് രംഗത്തെത്തി. സർക്കാരിനെയും മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി MLA മാർ മന്ത്രിമാരാകാൻ താല്പര്യപ്പെടുന്നു. അതിനായി അവർ ദില്ലിയിൽ പോയി നേതാക്കളെ കാണുന്നത് സ്വാഭാവികമാണ്. താൻ ആരെയും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ചിലർ പോയി ഖാർഗെ സാഹിബിനെ കണ്ടതിൽ തനിക്ക് പങ്കില്ല. അവർ മുഖ്യമന്ത്രിയെയും കണ്ടു. എന്താണ് കുഴപ്പം? അത് അവരുടെ ജീവിതമാണ്. ആരും അവരെ വിളിച്ചിട്ടില്ല. അവർ സ്വമേധയാ പോയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 140 MLA മാർക്കും മന്ത്രിമാരാകാൻ അർഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി 5 വർഷം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതിനെ അഭിനന്ദിച്ച DK നാം എല്ലാവരും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. സംസ്ഥാന MLA മാർ പാർട്ടി മേധാവിയെ കണ്ടതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. പുതിയ PCC പ്രസിഡന്റിനെയും 4-5 ഉപമുഖ്യമന്ത്രിമാരെയും ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി എല്ലാ മീറ്റിംഗുകളും നടക്കുന്നുണ്ട്. ഇത് പുതിയ കാര്യമല്ലെന്നും ശിവകുമാർ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് വലിയ പ്രതിസന്ധിയിലാണ്. കൂടുതൽ MLA മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കുണ്ടെങ്കിലും DK ശിവകുമാർ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുന്നു. ഒരു സമവായം ഉണ്ടാക്കിയില്ലെങ്കിൽ കർണാടക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. JDS അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ സാഹചര്യം ഒരു അവസരമായി എടുക്കാൻ കാത്തുനിൽക്കുകയാണ്. 6 മാസത്തിനകം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ചിലർ പുറത്തേക്ക് പോകുമെന്നും കുമാരസ്വാമി അടക്കമുള്ളവർ വ്യക്തമാക്കിയത് കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് കരുതലോടെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. നിലവിൽ നേതൃമാറ്റം ആലോചിക്കുന്നില്ലെന്ന് നേരത്തെ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും DK ശിവകുമാർ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ ഹൈക്കമാൻഡിന് വഴങ്ങേണ്ടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. DK ഉപാധി പാലിക്കണമെന്നാവശ്യപ്പെട്ട് നിൽക്കുകയാണെന്ന വിവരങ്ങൾ ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കർണാടകയിൽ അധികാരം പങ്കിടുന്നതിൽ കോൺഗ്രസിനുള്ളിലെ തർക്കം തുടരുമ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോഴും ഒരു അലയൊലിയായി നിലനിൽക്കുന്നു. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരുന്നതുവരെ കർണാടക രാഷ്ട്രീയത്തിലെ ഈ അനിശ്ചിതാവസ്ഥ തുടരുമെന്നതിൽ സംശയമില്ല.